രോഗാണുക്കളുടെ പ്രവേശനം തടയാനും ശരീരത്തിന് അകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള ശരീരത്തിന്റെ സ്വാഭാവികമായ കഴിവാണ് പ്രതിരോധശേഷി. നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തെ രണ്ടായി തിരിക്കാം: പൊതുവായ പ്രതിരോധവും പ്രത്യേക പ്രതിരോധവും. പൊതുവായ പ്രതിരോധത്തെ വീണ്ടും രണ്ടായി തിരിക്കാം: രോഗകാരികൾ ശരീരത്തിൽ കടക്കുന്നത് ചെറുക്കുന്ന പ്രാഥമികതല പ്രതിരോധവും അകത്തുകടന്ന രോഗാണുക്കളെ നശിപ്പിക്കുന്ന ദ്വിതീയതല പ്രതിരോധവും. ദ്വിതീയതല പ്രതിരോധത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. രാജ്യത്തിന്റെ അതിർത്തിയിൽ കമ്പിവേലി കെട്ടി സംരക്ഷിക്കുന്നില്ലേ, അതുപോലെ നമ്മുടെ ശരീരത്തിന്റെ അതിർത്തി നിർണയിക്കുന്ന അവയവമാണ് ത്വക്ക്. ശരീരത്തെ മുഴുവനായും പൊതിയുന്ന ത്വക്ക് എന്ന കമ്പിവേലി കടന്നാൽ മാത്രമേ സൂക്ഷ്മജീവികൾക്ക് ശരീരത്തിന് അകത്ത് കടക്കാൻ സാധിക്കുകയുള്ളൂ. കമ്പിവേലി കടന്ന് രാജ്യത്തിന്റെ അകത്ത് കടക്കുന്ന അക്രമികൾക്ക് എന്ത് സംഭവിക്കുന്നു? അവരെ കീഴ്പ്പെടുത്താനായി നമ്മുടെ പട്ടാളക്കാർ രംഗത്തിറങ്ങുന്നു. സമാന്തരമായി പ്രാഥമിക പ്രതിരോധത്തെ മറികടന്ന് രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നശിപ്പിക്കുവാനായി ശരീരത്തിന്റെ പ്രതിരോധ ഭടന്മാർ രംഗത്തിറങ്ങുന്നു. രക്തകോശങ്ങളായ ശ്വേതരക്താണുക്കളാണ് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ഭടന്മാർ. 5 തരത്തിൽപ്പെട്ട ശ്വേതരക്താണുക്കൾ ഉണ്ടെന്ന് കൂട്ടുകാർക്കറിയാമല്ലോ. ഇവയാണ് ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, മോണോസൈറ്റ്, ബേസോഫിൽ, ലിംഫോസൈറ്റ് എന്നിവർ. ഇവയിൽ ന്യൂട്രോഫിൽ, ഈസിനോഫിൽ, മോണോസൈറ്റ്, ബേസോഫിൽ എന്നിവരാണ് ദ്വിതീയതല പ്രതിരോധത്തിൽ പങ്കെടുക്കുന്നത്. എങ്ങനെയാണ് ദ്വിതീയതല പ്രതിരോധം നടപ്പിലാക്കുന്നത്? ശ്രദ്ധിക്കൂ. ത്വക്കിൽ മുറിവുണ്ടാകുമ്പോൾ അതുവഴി രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നു. മുറിവ് പറ്റിയ കോശങ്ങൾ ആ വിവരം പ്രതിരോധ സംവിധാനത്തെ അറിയിക്കുന്നതിനായി രാസസന്ദേശങ്ങൾ പുറപ്പെടുത്തുന്നു. വലിയ കെട്ടിടങ്ങളിൽ കള്ളൻ കയറിയാൽ അലാറം മുഴങ്ങുന്നത് പോലെ തന്നെ. ഈ രാസവസ്തുക്കൾ രക്തക്കുഴലുകളിൽ പ്രവർത്തിക്കുന്നു. അവ രക്തക്കുഴലുകൾ വികസിക്കുന്നതിന് കാരണമാകുന്നു. രക്തക്കുഴലുകൾ വികസിക്കുമ്പോൾ കുഴലിന്റെ ആന്തരഭിത്തിയെ പൊതിയുന്ന കോശങ്ങൾക്കിടയിലുള്ള സ്ഥലവും വികസിക്കുന്നു. ഇവയിലൂടെ ചെറിയ ദ്വാരമുണ്ടാക്കി ശ്വേതരക്താണുക്കളും ഒപ്പം പ്ലാസ്മയും മുറിവേറ്റ സ്ഥലത്ത് എത്തുന്നു. മുറിവോ ക്ഷതമോ ഉണ്ടായാൽ ആ ഭാഗം വീങ്ങാൻ കാരണം ഇത്തരത്തിൽ പുറത്തു വന്ന പ്ലാസ്മയാണെന്ന് മനസ്സിലായല്ലോ. ഈ പ്രതിരോധ പ്രവർത്തനമാണ് വീങ്ങൽ പ്രതികരണം. എങ്ങനെയാണ് പ്രതിരോധ ഭടന്മാരായ ശ്വേതരക്താണുക്കൾ പ്രതിരോധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് എന്ന് ശ്രദ്ധിക്കാം. ന്യൂട്രോഫിലുകൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ഈസിനോഫിൽ വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നു. മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു. ബേസോഫിൽ രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നു. ന്യൂട്രോഫിലും മോണോസൈറ്റും രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു എന്ന കാര്യം ശ്രദ്ധിച്ചല്ലോ. ഈ വിഴുങ്ങി നശിക്കൽ പ്രക്രിയയെ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നു. ഫാഗോസൈറ്റോസിസ് നടത്തുന്നതിനാൽ ശ്വേതരക്താണുക്കളായ ന്യൂട്രോഫിലും മോണോസൈറ്റും ഫാഗോസൈറ്റുകൾ എന്ന് അറിയപ്പെടുന്നു.
ഫാഗോസൈറ്റോസിസിന്റെ ഘട്ടങ്ങൾ വീക്ഷിക്കാം. രോഗാണുക്കളെ ഫാഗോസൈറ്റുകൾ വിഴുങ്ങണമെങ്കിൽ അവ ഫാഗോസൈറ്റുകൾക്ക് സ്വാദിഷ്ടമുള്ളവയായി മാറണം. അതിനാൽ ശരീരം രോഗാണുക്കളെ ചില രാസവസ്തുക്കളാൽ പൊതിയുന്നു. ഇത്തരത്തിൽ സ്വാദിഷ്ടമായ രോഗാണുക്കൾക്കടുത്തേക്ക് ഫാഗോസൈറ്റുകൾ എത്തിച്ചേരുന്നു. ഫാഗോസൈറ്റിന്റെ ഘടന ശ്രദ്ധിക്കൂ. മറ്റു കോശങ്ങളെ അപേക്ഷിച്ച് ഫാഗോസൈറ്റുകളിൽ ന്യൂക്ലിയസിനു പുറമെ ലൈസോസോം എന്ന കോശാംഗം കാണപ്പെടുന്നു. ലൈസോസോമിലെ എൻസൈമുകൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. രോഗാണുവിന്റെ അരികിലെത്തിയ ഫാഗോസൈറ്റിന്റെ കോശസ്തരം ഉൾവലിഞ്ഞ് വായയുടെ ആകൃതിയിലാവുകയും രോഗാണുവിനെ വിഴുങ്ങുകയും ചെയ്യുന്നു. വിഴുങ്ങൽ പ്രക്രിയയിലൂടെ രോഗാണു ഫാഗോസൈറ്റിന്റെ സ്തരപാളികൾക്കിടയിൽ അകപ്പെടുന്നു. ഇപ്പോൾ രോഗാണു ഫാഗോസൈറ്റിന്റെ സ്തരപാളിയാൽ തീർത്ത വലയത്തിന്റെ അകത്ത് കാണപ്പെടുന്നു. ഇവയെ ഫാഗോസോം എന്ന് വിളിക്കുന്നു. ഈ ഫാഗോസോം പിന്നീട് ലൈസോസോമുമായി ചേരുന്നു. ലൈസോസോമിലെ എൻസൈമുകൾ ഫാഗോസോമിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അവശിഷ്ടങ്ങൾ പിന്നീട് പുറത്തു കളയുന്നു. രോഗപ്രതിരോധത്തിൽ ശ്വേതരക്താണുക്കൾ വഹിക്കുന്ന വലിയ പങ്ക് കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ.